ആമസോണിനെ ബിസിനസ് ഓണേഴ്സ് സെയിൽസ് ചാനലായി മാത്രം കാണുന്ന ഒരു പ്രോബ്ലമാണ്. അതിന്റെ കാരണം ആമസോണ് വേൾഡിലെ എല്ലാ സ്ഥലത്തും സ്പ്രെഡഡ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇ കൊമേഴ്സ് എന്ന് പറയില്ല, ഓൺലൈനിൽ ഒരു സാധനം മേടിക്കുന്നത് പറയുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആമസോൺ ആയിരിക്കും. അതിന് താഴെ മാത്രമേ വേറെ ഇതുവരെ വന്നിട്ടുള്ള ഏതൊരു പ്ലാറ്റ്ഫോമിനെയും ആൾക്കാർ എടുത്തിട്ടുള്ളൂ. ബിക്കോസ് അതൊരു കസ്റ്റമർ സെൻട്രിക് ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ അവർ ഇതുവരെ ഇത് നടത്തി ഇത്രയും ഒരു ടോപ്പ് റേഞ്ചിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഐട്രേഷൻസ്, ഒരുപാട് കറക്ഷൻസ് നടത്തിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഓണേഴ്സ് ആകെ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഇടയിലുള്ള, അതായത് ഒരു കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് കണ്ടു വാങ്ങുന്നത് മുതൽ അവരുടെ അടുത്ത് ഈ പ്രോഡക്റ്റ് എത്തി അവർ സാറ്റിസ്ഫൈഡ് ആയി അവർ വീണ്ടും വീണ്ടും വാങ്ങുന്നത് വരെയുള്ള ഗ്യാപ്പിലുള്ള എല്ലാ പ്രോസസ്സുകളെയും ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഹാക്ക് ചെയ്ത് അതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള മോഡൽ അവർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ വർക്ക്ഔട്ട് ചെയ്ത മോഡല് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആവുകയാണ്. കാരണം നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങി, അതിന് നല്ല ആളെ കണ്ടെത്തണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ കണ്ടെത്തണം, പേയ്മെന്റ് ഗേറ്റ് സെറ്റ്, ഈച്ച് ആൻഡ് എവറിത്തിങ് യു ഹാവ് ടു ഫൈറ്റ് ഫോർ ഗെറ്റിംഗ് ദ ഫൈനസ്റ്റ് വൺ. ആ സമയമാകുമ്പോൾ നിങ്ങളുടെ എനർജിയും പൈസയും എല്ലാം തീരും. പിന്നെ കച്ചവടം തുടങ്ങുമ്പോൾ നിങ്ങളുടെ അടുത്ത് 5 പൈസ ബാക്കി ഉണ്ടാവില്ല മാർക്കറ്റ് ചെയ്യാൻ. ആക്ച്വലി ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസും ഇതിന്റെ ഇടയിൽ നിന്ന് എന്തായി, ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രോഡക്റ്റ് ശരിയാക്കുക, സർവീസ് നന്നാക്കുക, ഡെലിവറി ചെയ്യുക.